Hello students, surface area problems നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്തതാണ് ഫോർമുലാസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്ട്രാ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റൈറ്റ് ഹാൻഡ് ലൂപ്പ് ഓഫ് ദ lemniscate r square is equal to cos 2 theta about the y axis. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ആ lemniscate-നെ സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കെച്ചിങ് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമെട്രി ഒക്കെ നോക്കി ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് സ്കെച്ച് ചെയ്യുക, എന്നിട്ട് അത് സിമെട്രി യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ സ്കെച്ചിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സ്കെച്ചിങ് ഞാനിവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞിട്ടില്ല, സ്കെച്ചിങ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാ സ്കെച്ച് ചെയ്യുമ്പോൾ ഇതാണ് lemniscate-ന്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിയേ, നമുക്ക് റെവല്യൂഷൻ എബൌട്ട് വൈ ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെവല്യൂഷൻ എബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് വൈ ആക്സിസ് വരുന്നത്, ഇതാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, സർഫസ് ഏരിയയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കർവ് ഒരു പ്രാവശ്യം ട്രേസ് ചെയ്യപ്പെടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ട് ബ്രാഞ്ചും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് എങ്കിൽ കർവ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അത് ട്രേസ് ചെയ്യപ്പെടും. ആ സെയിം സോളിഡ് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് മാത്രം എബവ് ദ വൈ ആക്സിസ് വരുന്നത്. ഈ ഒരു ബ്രാഞ്ച് മാത്രം റൊട്ടേറ്റ് ചെയ്താലും ആ സെയിം സോളിഡ് തന്നെയാണ് ഉണ്ടാവുക. രണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്താലും ഈ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്താലും സെയിം സോളിഡ്, സെയിം ഷേപ്പ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ രണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കർവ് രണ്ട് പ്രാവശ്യം ട്രേസ് ചെയ്യപ്പെടും. പക്ഷേ ഈ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കർവ് ഒരു പ്രാവശ്യം ട്രേസ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ സർഫസ് ഏരിയയുടെ ഫോർമുലയിൽ പ്രത്യേകം പറയുന്നുണ്ട് കർവ് ഒരു പ്രാവശ്യം മാത്രമേ ട്രേസ് ചെയ്യപ്പെടാവൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൂപ്പ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ അത് ഏത് രണ്ട് ആംഗിളുകളുടെ ഇടയിലാണെന്ന് ചോദിച്ചാൽ സ്കെച്ചിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത് തീറ്റ ഈക്വൽ ടു π/4ൻ്റെയും തീറ്റ ഈക്വൽ ടു -π/4ൻ്റെയും ഇടയിലാണ് എന്നുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ഈക്വൽ ടു -π/4 ആൻഡ് ബീറ്റ ഈക്വൽ ടു π/4. ഈ സർഫസ് ഏരിയയുടെ ഫോർമുല എബൌട്ട് വൈ ആക്സിസ് ആയതുകൊണ്ട് 2π ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ r cos θ √r² പ്ലസ് dr/dθ ഹോൾ സ്ക്വയർ dθ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഇവിടെ ഈ ഉണ്ട്, ഈ നെ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് r² ആവും അല്ലേ. എന്നിട്ട് ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ r⁴ഉം ഇവിടെ r² ഇൻറ്റു dr/dθ² കിട്ടും. അത് കാൽക്കുലേഷൻ ഇൻ്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം. അപ്പോൾ ബാക്കി ഉണ്ടാവുക 2π ഇൻറ്റു ഇൻ്റഗ്രൽ -π/4 ടു π/4 cos θ √r⁴ പ്ലസ് r ഇൻറ്റു dr/dθ ഹോൾ സ്ക്വയർ dθ. ഇനി നമുക്കറിയാം r² cos 2 θയാണ്. അതിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 വരും. 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് r dr/dθ ഈക്വൽ ടു -sin 2 θ എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെച്ചേക്കുക സൈഡിൽ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ r² പകരം നമുക്ക് cos square 2 θ എന്നും r dr/dθ -sin 2 θ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ sin square 2 θ എന്നും എഴുതാം. അപ്പോൾ ഇത് 1 ആയി പോയിക്കോളല്ലോ, കണ്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെ റൂട്ടിനുള്ളിലേക്ക് എടുത്തത്. റൂട്ടിനുള്ളിലേക്ക് ഇടുമ്പോൾ r² ആയി മാറും. r എന്നുള്ളത് r² ആയി മാറും. അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയത്. അപ്പോൾ ഇവിടെ ഇത് 1 ആയി പോയി. ബാക്കിയുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ ഇസ് ഈക്വൽ ടു 2√2π എന്നുള്ളത് കിട്ടും. 2√2π. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേഷൻസ് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് r equal to √2 into e raised to θ/2 where 0 less than or equal to θ less than or equal to π/2 about the x-axis. ഇവിടെ വളരെ എളുപ്പമാണ്. ഇവിടെ സ്കെച്ചിങ് ഇല്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് കർവും അതുപോലെ തന്നെ ആംഗിളിൻ്റെ വേരിയേഷനും കൃത്യമായിട്ട് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കെച്ചിങ് ചെയ്തിട്ടില്ല, അതല്ലാണ്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് dr/dθ ഫൈൻഡ് ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് e raised to θ/2 √2 കിട്ടും. ദെൻ എബൌട്ട് എക്സ് ആക്സിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയയുടെ ഫോർമുല നമുക്ക് 2π ഇൻറ്റു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ r sin θ √r² പ്ലസ് dr/dθ ഹോൾ സ്ക്വയർ dθ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 2π ഇൻ്റഗ്രൽ 0 ടു π/2. ആ ലിമിറ്റ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ഡയറക്റ്റ് എഴുതാം. r sin θ √r² പ്ലസ് dr/dθ ഹോൾ സ്ക്വയർ.
ഇനി ഇതിലെല്ലാം ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി തീറ്റയാണ് ഇവിടെ അല്ലേ, വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആറ് എന്നുള്ളതെല്ലാം മാറ്റി അതൊക്കെ തീറ്റയിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാവൂ. ഇവിടെ ആറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത് കേട്ടോ. കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതിന് ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്തേക്കരുത്. വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആർ ഈസ് ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആറിനെ അവിടെ മാറ്റി ആറിന് തീറ്റയിലുള്ളൊരു ഫോർമുല ഉണ്ടാവും, അത് അവിടത്തേക്ക് കൊണ്ടുവരണം, അത് മറക്കരുത് കേട്ടോ. അല്ലാതെ ആറ് കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ ഔട്ട് സൈഡ് എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ പ്രോബ്ലം തെറ്റിപ്പോവും. ആർ ഈസ് ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്. അപ്പോൾ ആറിന് ഒരു ഫോർമുല തന്നിട്ടുണ്ടാവും തീറ്റയിൽ, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതും വാല്യൂസൊക്കെ ഫൈൻഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2π × √2 ഇൻ്റഗ്രൽ 0 to π/2 e raised to θ by 2 sin θ. ഇവിടെ √2 ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ √5 e raised to θ by 2 dθ. That is 2π √2 integral 0 to π/2 e raised to θ by 2 sin θ √5/√2 e raised to θ by 2 dθ. That is 2π √5 integral 0 to π/2 e raised to θ sin θ dθ ആണ് വരുന്നത്. ഇനി ഈ ഇൻ്റഗ്രൽ നമ്മൾ +2നൊക്കെ കണ്ടിരിക്കുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഇൻ്റഗ്രലാണ്. ഇതിനെ നമ്മൾ ഐ എന്നെടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കി ലിമിറ്റ് മാത്രം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടണമെന്ന് അറിയാനായിട്ട് സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇൻ്റഗ്രൽ e raised to θ sin θ നമ്മൾ ഐ എന്നെടുക്കും അല്ലേ. ഇങ്ങനത്തെ ഇൻ്റഗ്രലെല്ലാം അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്നത്. ദെൻ ഐ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. മൈനസ് e raised to θ cos θ പ്ലസ് e raised to θ sin θ മൈനസ് ഇൻ്റഗ്രൽ e raised to θ sin θ കിട്ടും. അതായത് ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് e raised to θ ഔട്ട് സൈഡ് എടുത്താൽ e raised to θ ഇൻറ്റു ഞാൻ പോസിറ്റീവ് വരുന്ന ടേം sin θ ആദ്യം എഴുതി, പിന്നെയാണ് നെഗറ്റീവ് വരുന്ന ടേം മൈനസ് കോസ് θ എഴുതിയത്. ഇത് മൈനസ് ആണ് കേട്ടോ, ഈ നടുവിലുള്ളത് മൈനസ് ആണ്, ചെറുതായിട്ട് എഴുതിയതുകൊണ്ട് കാണാത്തതാണ്. പ്ലസ് ഐ, ഈ ടേമിനെ ഇത് ഐ അല്ലേ നമ്മുടെ, ഐ തന്നെ എഴുതി. ഈ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യമല്ല ഞാൻ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. പിന്നെ ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതിയത്. അപ്പോൾ നമുക്കതിൽ അങ്ങനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഐ എന്നുള്ളത് വീണ്ടും കിട്ടും. അപ്പോൾ ഈ ഐ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് എങ്കിൽ നമുക്കിവിടെ ഇത് മൈനസ് ഐ ആണ്, ഞാൻ പ്ലസ് ഐ എന്നറിയാതെ എഴുതി പോയിക്കുന്നതാണ്. ഇത് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഒന്ന് തിരുത്തണേ. നോട്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ടിലും ഇത് പ്ലസ് ഐ എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എഴുതുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തിരുത്തുക, അത് മൈനസ് ഐ ആണ്. അങ്ങനെ ഇത് മൈനസ് ഐ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഐ പ്ലസ് ഐ 2i കിട്ടുക. 2i ഈക്വൽ ടു e raised to θ ഇൻറ്റു sin θ മൈനസ് കോസ് θ വരും. ഫ്രം ദാറ്റ് ഐ ഈക്വൽ ടു e raised to θ by 2 ഇൻറ്റു sin θ മൈനസ് കോസ് θ കിട്ടും. അപ്പോൾ ഐയുടെ വാല്യൂ e raised to θ by 2 ഇൻറ്റു sin θ മൈനസ് കോസ് θ വിത്തിൻ ദ ലിമിറ്റ് 0 to π/2. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും ഇൻ്റഗ്രേഷൻ്റെ ഭാഗമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π √5 ഇൻറ്റു π/2 കൊടുക്കുമ്പോൾ e raised to π/2 by 2, പിന്നെ sin π/2 1 ആയിരിക്കും, കോസ് π/2 0 ആവും. അപ്പോൾ ഇൻറ്റു 1 വരുള്ളൂ. അപ്പോൾ ഇത് തന്നെ വാല്യൂ. പിന്നെ 0 കൊടുക്കുമ്പോൾ ഇത് 1 ആവും, sin 0 1 ആവും, sin 0 0 ആവും, കോസ് 0 1 ആവും. അപ്പോൾ ഇവിടെ ഒരു -1 ആണ് വരിക. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ടായിരിക്കും, ആ മൈനസും കൂടെ പ്ലസ് ആവും, +1. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രേഷനാണ് മെയിനായിട്ട് അതിൽ ചെയ്യാനായിട്ട് ഉള്ളത്. അടുത്തതൊരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് r equal to 2a cos θ where a greater than 0 about the y axis എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് നമ്മൾ സ്കെച്ചിങ് ചെയ്യുന്നില്ല, പകരം നമുക്ക് പ്രോബ്ലത്തിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, a greater than 0 എന്ന്. അപ്പോൾ a should be greater than 0. a greater than 0 ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ് ദ എക്സ് ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ എബവ് ദ എക്സ് ആക്സിസ് ആകുമ്പോൾ എപ്പോഴും നമ്മുടെ വാരിയേഷൻ 0 to π ആണ് വരുന്നത്. 0 to π ആണ് നമ്മുടെ വാരിയേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ സ്കെച്ചിങ് ചെയ്യുന്നില്ല. ഈ a greater than 0 ഈ സർക്കിളാണ് ഈ തന്നിരിക്കുന്നത്. r equal to 2a cos θ എന്നുള്ളത് സർക്കിളുമാണ്. അതിൽ a greater than 0 വരുമ്പോൾ നമുക്ക് 0 to π ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് r equal to 2a cos θ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് dr/dθ മൈനസ് 2a sin θ ആണ് കിട്ടുക. a greater than 0 ആയതുകൊണ്ട് തന്നെ ആൽഫ equal to 0 എന്നും ബീറ്റ equal to π എന്നും എടുക്കാൻ പറ്റും.
ഇനി അബൌട്ട് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഫോർമുല ഇതാണ് വരുന്നത്. അതിനകത്ത് ആറിനും dr/dθയ്ക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻ്റഗ്രേഷനാണ് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ ഈസ് 4a² π² എന്നാണ് വരുന്നത്. ഓക്കെ, ഇതും അതേ എളുപ്പമാണ്. പ്രോബ്ലം ചെയ്യുക, ക്ലാസ് കേട്ടിട്ട് നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ.